നിങ്ങളുടെ വാക്കിന് അവന് വില തരാറില്ലേ വേദവതിയമ്മേ? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവൾ എന്തിനാ വന്നത്? ദേവിയാണ് ദേവതയാണെന്നൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ടെന്താ ഇവൾ ഇങ്ങനെയൊക്കെ? മനഃപൂർവ്വം എല്ലാരും ബുദ്ധിമുട്ടിക്കുകയാണ്. ഇവിടുത്തെ ഒരു ചടങ്ങും നല്ല പോലെ നടക്കാനായിട്ട് ഇവള് സമ്മതിക്കില്ല. ഇതാണ് പാല് കൊടുത്ത കൈക്ക് കൊത്തുക എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചടങ്ങുകൾ നടന്നാലും ആവനെ ഉണ്ടായിരിക്കണമെന്ന് അമ്മ തീരുമാനിച്ച പോലെ എനിക്ക് തോന്നുന്നത്. ആരും അവൾക്ക് വേണ്ടി സംസാരിക്കണ്ട. നീ എന്തിനാ അവനിങ്ങനെ ചെയ്തത്? എന്തിനാ കൊണ്ടുവന്നത് സുജാത? ജനങ്ങളോട് നീതി കാണിക്കുന്നവരാ നിങ്ങള്, വിധി കൽപ്പിക്കുന്നവരല്ലേ നിങ്ങള്. വീട്ടിലൊരു ചടങ്ങുള്ളപ്പോ വീട്ടിലെ അതിഥിയെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നത് ശരിയല്ലെന്ന് അറിയില്ലേ വേദവതി അമ്മേ നിങ്ങൾക്ക്? ആവനിക്ക് ഞങ്ങൾ എല്ലാ മര്യാദയും നൽകുന്നുണ്ട്. ഒരു ദിവസം ഇവിടെ നിന്നും മാറി നിൽക്കണമെന്ന് പറഞ്ഞെന്ന് കരുതി നീ അവൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. നോക്കു സുജാത, അനന്തരവൾ എന്ന നിലയിൽ നിനക്ക് നൽകേണ്ട പരിഗണന ഞങ്ങൾ തന്നു. അതും മറികടന്ന് നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് അത്ര നല്ല ശീലമല്ല. ചടങ്ങുകൾ ഇനിയും ബാക്കിയുണ്ട്. അവനിയെ പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോ. അതിഥിയുടെ മനസ്സിൽ എത്ര വിഷമം കാണുമെന്നൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ വേണമെങ്കിൽ നിങ്ങൾക്ക് ന്യായം പറയാം, അന്യായത്തെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും ആവനിയുടെ പുറകെ തന്നെ നടക്കുന്നത് എന്തിനാ? ആവനി എന്താ നിങ്ങളുടെ അനിയത്തിയാ? ആവണി ചേച്ചി, ചേച്ചി ഒന്ന് അടങ്ങ്. വേദവതി അമ്മേ, ഏതായി പെൺകുട്ടി? ഞാനിവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. പക്ഷേ ഞാനിപ്പോ ആരുടെ സ്വന്തം അല്ലാത്തവളാണ്. ഈ കുട്ടി പറയുന്നതിൽ എന്തോ നിഗൂഢതയുണ്ട്. വേദവതിയമ്മേ, ഇവരോട് ഇവിടുന്ന് പോകാൻ പറയൂ. നിൽക്കൂ. ഒരു ശുഭകാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോ അതിഥിയെ ആദരിക്കണമെന്നല്ലാതെ അപമാനിക്കരുത്. അതുകൊണ്ടൊന്നും അല്ല ഗുരുവേ. ദയവ് ചെയ്ത് എല്ലാവരും മൗനം പാലിക്കണം. ഇനി അടുത്ത ചടങ്ങ് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. സംഭവിക്കുന്ന കാര്യങ്ങളിലൊന്നും ഒരു തെറ്റും കാണുന്നില്ലേ സ്വാമി? തെറ്റോ? ദിവ്യദൃഷ്ടിയുള്ളവരല്ലേ നിങ്ങള്? നന്നായി ഒന്ന് ആലോചിച്ച് നോക്ക്. സുജാത ചേച്ചി മിണ്ടാതിരിക്ക. അത് കാര്യമാക്കണ്ട. നിങ്ങൾ അടുത്ത ചടങ്ങ് എന്താണെന്ന് പറഞ്ഞോളൂ. ഇനി ഭാവി മരുമകള് പൂജാമുറിയിൽ നിന്നും അമ്മയുടെ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. നിഹാരിക പൂജാമുറിയിൽ കാലുവയ്ക്കുന്നതോടെ ശുഭസൂചനകൾ ആരംഭിക്കും. പുരാതന കാലത്തെ ആ പെട്ടി തുറന്ന് അതിലുള്ള മുക്കൂത്തിയെടുത്ത് നിഹാരിക ധരിച്ചാൽ ഒരു ചടങ്ങ് പൂർത്തിയാവും. അത് കഴിഞ്ഞ് വിവാഹപത്രിക എഴുതുന്ന ചടങ്ങ് കൂടിയുണ്ട്. ചെല്ലുമോളെ. ഞാൻ പോയി കൊണ്ടുവരണോ? ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വേദവതി അമ്മയ്ക്ക് വിശ്രമിക്കാനുള്ള സമയമാണിത്. ചെറിയ മരുമകളായി നീ വേണം ഇതെല്ലാം ചെയ്യാൻ. ചെല്ലുമോളെ. മുന്നോട്ട് ചുവടുവയ്ക്ക്. ആലോചിക്കുന്നത് എന്താ മോളെ? ചെല്ല്. വീട്ടിലുള്ള ഞങ്ങൾക്ക് പോലും അതിനുള്ള ധൈര്യമില്ല. വേണ്ടാത്ത എല്ലാ ശീലമുള്ള നിഹാരിക എങ്ങനെ കാലുവെക്കാനാണാവോ? ചെല്ലുമോളെ. ആ പൂജാമുറി ഒരുപാട് പവിത്രമായതാ. അർഹതയുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ കാലുകുത്താൻ കഴിയൂ. അർഹതയില്ലാത്ത ആർക്കും അതിൽ കാലുകുത്താൻ കഴിയില്ല. ഈ വീട്ടിലെ മരുമകളാകാനുള്ള ഭാഗ്യം നിനക്ക് എത്രയുണ്ടെന്ന്
ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുമല്ലോ. ഭരണി നക്ഷത്രം, മേടരാശി, കാർത്തിക മാസം, വെള്ളിയാഴ്ച ദിവസം ജനിച്ച് എന്റെ ജാതകത്തിൽ പിറന്ന നിഹാരികയ്ക്ക് മാത്രമേ അതിനർഹതയുള്ളൂ. ആ ഭാഗ്യം മറ്റാർക്കും തന്നെയില്ല. നോക്കാം. നിഹാരിക, സുജാത പറയുന്ന കാര്യങ്ങൾ മോള് കാര്യാക്കണ്ട. മോള് ചെല്ല്. സുജാത പറഞ്ഞതുപോലെ പൂജാമുറി വളരെ പവിത്രമായതാണ്. എന്റെ മകളുടെ സ്വഭാവം വെച്ച് അവൾക്ക് ആ മുറിയിൽ കാലുവെക്കാൻ കഴിയൂ? എന്ത് സംഭവിക്കും ഭഗവാനെ? നിഹാരികയോടൊപ്പം ഈ പരീക്ഷണത്തിൽ നീ ഉണ്ടാകണേ. ഗുരുവും പറഞ്ഞു, ദേ അമ്മമ്മയും പറഞ്ഞു. പിന്നെന്തിനാ പേടി? ധൈര്യമായി പോയി കൊണ്ടുവാ നിഹാരിക. അകത്ത് കാല് വെക്കാതെ അവിടെ തന്നെ നിൽക്കുന്നത് എന്താ? തടയുകയാണല്ലോ. ഞാൻ കാല് മുന്നോട്ട് ചിലപ്പോ വച്ചു കഴിഞ്ഞാ അമ്മ എന്നെ ചിലപ്പോ ഭസ്മാക്കി കളയും. എനിക്കിതിന് വയ്യ, എനിക്ക് കഴിയില്ല. എന്തു പറ്റി മോളെ? പെട്ടി കൊണ്ടുവരാതെ നീ തിരിച്ചു പോകുന്നത് എന്തേ? പെട്ടി എടുത്തോണ്ട് വരാത്ത പോട്ടെ, പൂജാമുറിയിലേക്ക് കാലൊന്നെടുത്ത് വെക്കാഞ്ഞ എന്താ? എന്തോ സംഭവിച്ചു അവിടെ, എന്തോ സംഭവിച്ചു. എന്തു പറ്റി മോളെ? ചടങ്ങുകൾ നടക്കണമെന്നുണ്ടെങ്കിൽ നീ പൂജാമുറിയിൽ കാലുവെച്ച് അമ്മയുടെ പെട്ടി കൊണ്ടുവന്നേ മതിയാകൂ. എന്തുകൊണ്ട് അകത്തേക്ക് കയറിയില്ല? അത് പിന്നെ സ്വാമിജി, ഞാൻ അത് പിന്നെ ഇതുവരെ ഇവിടുത്തെ അമ്മയുടെ മുറിയിലേക്ക് കയറിയിട്ടില്ല. ആദ്യമായിട്ട് കാല് വെക്കുന്നത് കൊണ്ട് അമ്മയുടെ തേജസ് കണ്ടിട്ട് എനിക്ക് ചെറിയ പേടി തോന്നിയിട്ട് അതുകൊണ്ടാ ഞാൻ കയറാതിരുന്നെ. അകത്ത് കയറാനുള്ള എല്ലാ അർഹതകളും ലക്ഷണവുമുള്ള നിനക്ക്
അകത്ത് കയറാൻ പറ്റാത്തത് എനിക്ക് അത്ഭുതമായി തോന്നുന്നുണ്ട്. ഒരു സംശയവുമില്ല, നിഹാരിക അകത്ത് കയറാതിരിക്കാൻ ആ അമ്മ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ അമ്മ കേറിയിട്ട് എടുത്തുകൊണ്ട് വരൂ. ഗുരു പക്ഷേ നിന്നോട് പറഞ്ഞത് മോളെ. ആ വസന്ത ചേച്ചി, നിങ്ങൾ ആരെങ്കിലും പോയിട്ട് എടുത്തുകൊണ്ട് വരൂ. അയ്യോ, ഞങ്ങൾക്ക് വയ്യ. അവർക്കെന്തായാലും പറ്റില്ല. എന്താന്ന് വെച്ചാ അവർക്കിതിനു മുൻപേ അനുഭവമുണ്ട്. എന്റെ മോൾ അങ്ങനെ ഒരു കാര്യത്തിലും മുമ്പോട്ട് വരുന്ന ആളല്ല. നാണം ഒരിത്തിരി കൂടുതലാ, അത് വിട്ടേക്ക്. നിങ്ങളുടെ മകള് പേടിച്ചിട്ട് വന്നതാണെന്ന് പറയുന്നു. നിങ്ങളത് നാണമാണെന്ന് പറയുന്നു. ശരിക്കും നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്യ് നിഹാരിക. എന്നെ കൊണ്ട് വയ്യ. പാവം വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. നല്ല ദിവസമാണെന്ന് കരുതിയ ഈ ചടങ്ങിനൊക്കെ ഞാൻ ഇറങ്ങിയത്. എന്നിട്ടിപ്പോ അവസാനം ഇങ്ങനെയൊക്കെ ആയി. അമ്മേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നത്തെ ചടങ്ങ് ക്യാൻസൽ ചെയ്യാം. കല്യാണ മുഹൂർത്തം കുറിക്കുന്നതും മറ്റ് ചടങ്ങുകളൊക്കെ വേറെ ദിവസത്തേക്ക് ആക്കാം. അതെങ്ങനെ ശരിയാവും? ചടങ്ങുകളൊക്കെ ഇന്ന് തന്നെ നടത്തിയേ പറ്റൂ. എന്തായാലും അടുത്ത മാസം 6-ാം തീയതി മുഹൂർത്തം ഉറപ്പിച്ചു കഴിഞ്ഞതാണല്ലോ. മൂക്കൂത്തി ധരിക്കുന്ന ഈ ചടങ്ങ് ഇന്ന് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. അതെ അതെ, ലാവണ്യ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. കുട്ടികൾ പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുള്ള ചടങ്ങുകള് ഒന്നും മാറ്റിവെക്കാനാവില്ലേ ഗുരുവേ? നിഹാരിക വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ട്. വേണമെങ്കില് കല്യാണം കഴിഞ്ഞിട്ട് അവള് അകത്തേക്ക് കാല് വെച്ചോളൂ. ദാറ്റ്സ് ഈവൻ ബെറ്റർ. ആചാരങ്ങളനുസരിച്ച് നമ്മൾ നടക്കണം എന്നുള്ളതല്ലാതെ അവയ്ക്കനുസരിച്ച് നമ്മൾ മാറാൻ പാടില്ല. ഗുരു പറയുന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. നടത്താനുള്ള ചടങ്ങുകളൊക്കെ മാറ്റിവെക്കാതെ നടത്താനുള്ള ബാധ്യത നമുക്കെല്ലാവർക്കും ഉണ്ട്. നിഹാരിക പക്ഷെ അകത്തേക്ക് കയറുന്നില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യാനായിട്ടാ? നിങ്ങളുടെ ജാതകത്തിൽ പിറന്നവരൊക്കെ വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്നവരാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങളെപ്പോലെ മുറിയിലേക്ക് എന്താ അവൾക്ക് കേറാൻ കഴിയാത്തത്? സംഭവിച്ച കാര്യമൊക്കെ പറഞ്ഞ് എത്ര സമയം സംസാരിച്ച് നിൽക്കുക? ഇനിയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കാമേ. എനിക്ക് എന്ത് തന്നെയായാലും ഈ ചടങ്ങ് മാറ്റിവെക്കുന്ന നല്ലെന്നാ തോന്നുന്നത്. അമ്മ പോയിട്ട് എടുത്തോണ്ട് വാ അമ്മേ. അവർ ഈ ബാധ്യതയും ഭാരവും ഇറക്കി വെക്കുന്ന ആളാണ്. വേദവതി അമ്മ പോകാൻ പാടില്ല. ഈ കുടുംബത്തിലുള്ള പെൺകുട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. ഞങ്ങൾക്കതിന് കഴിയില്ല സ്വാമി. അപ്പോ വേദവതി അമ്മയല്ലാതെ മറ്റൊരാളും പൂജാമുറിയിലേക്ക് കയറിയിട്ടില്ലേ? ആവനി പൊയ്ക്കോളൂ സ്വാമിജി. നിങ്ങൾ അവസരം കൊടുത്ത ആവനി കയറും. ഗുരു ഇപ്പൊ പറഞ്ഞത് കുടുംബത്തിലുള്ളവരെ കുറിച്ചാ, പുറത്തുള്ളവരുടെ കാര്യമല്ല. വേദവതിയമ്മേ, എന്നാ ഇവിടെ നടക്കുന്നതൊക്കെ? സുജാത ചേച്ചി, നിങ്ങളൊന്ന് വന്നേ. എന്തൊക്കെ ചേച്ചി നിങ്ങൾ പറയുന്നേ? അവിടെ നടക്കുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് എന്താ? കേൾക്കാൻ നിനക്കിപ്പോ ബുദ്ധിമുട്ട് തോന്നിയാലും ഞാൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഞാനിപ്പോ പോയി അമ്മയുടെ ആ പെട്ടി കൊണ്ടുവരുന്ന എന്തിനാ? നിനക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്താണെന്നാൽ നിന്റെ കഴുത്തിൽ ശ്രീകർ കെട്ടിയ താലിയുണ്ട്. അമ്മ നിന്നെ ഈ വീട്ടിലെ മരുമകളായിട്ട് അംഗീകരിക്കുവോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാൻ കഴിയുമല്ലോ. നിഹാരിക അമ്മയുടെ എന്തോ ശക്തി കണ്ട് പേടിച്ചതാ. അതുകൊണ്ട് അകത്ത് കാലുകുത്താനുള്ള ധൈര്യം അവൾക്ക് ഇല്ലാത്തത്. ഇത് ഇവിടുത്തെ അമ്മയുടെ ദയ കൊണ്ട് സംഭവിക്കുന്നതാണ്. ആ പെട്ടി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവകാശം ആ അമ്മ തന്നെ നിനക്കിപ്പോ തന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ മറ്റൊരാളുടെ കാര്യം ആലോചിക്കേണ്ട. ഞാൻ പറഞ്ഞത് ചെയ്യ. പക്ഷെ അതിന് എന്റെ ജാതകം ചേരില്ലല്ലോ ചേച്ചി.
അമ്മയ്ക്കത് ഇഷ്ടമായില്ലെങ്കിൽ മുമ്പെപ്പോഴോ നീ അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ചു എന്ന് എന്നോട് പറഞ്ഞില്ലേ? അപ്പോ നിനക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്നല്ലേ അർത്ഥം? പിന്നെ ഒരിക്കൽ അമ്മയുടെ പട്ടുസാരി സ്വന്തമാക്കിയെന്ന് നീ എന്നോട് പറഞ്ഞു. അപ്പോഴേ നിനക്ക് ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം ലഭിച്ചതാ. നീ ഈ വീട്ടിലെ ചെറിയ മരുമകളായതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ എങ്ങനെയാ നിനക്ക് അതിന് കഴിഞ്ഞത്? നിനക്ക് അകത്തേക്ക് കാല് വെച്ച് ആ പെട്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ അപ്പൊ നിന്റെ കാര്യത്തില് അമ്മ ദയ കാണിക്കുന്നില്ല എന്ന് കരുതാം. നിനക്ക് ഇവിടുത്തെ മരുമകളാകാനുള്ള അർഹതയില്ല എന്ന് കരുതാം. അത് കഴിഞ്ഞുള്ള തീരുമാനങ്ങൾ പിന്നെ നോക്കാം. ഇപ്പൊ എന്റെ കുട്ടി, ഞാൻ പറയുന്നത് ചെയ്യേ. നീ എതിർത്ത് കഴിഞ്ഞാ നിന്റെ കല്യാണത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ പറയും. ചേച്ചി, നിങ്ങൾ എന്താ ഇങ്ങനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നേ? നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി, നിന്റെ ദാമ്പത്യം നിലനിർത്താൻ വേണ്ടി, നിന്റെ താലിക്ക് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും വരാതിരിക്കാൻ വേണ്ടി ഇനി എത്ര കാരണങ്ങൾ വേണം? നോക്ക്, നിന്റെ ഭാവി എന്താണെന്നും അതെങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി നിനക്ക് നീയായിട്ട് കൊടുക്കാൻ പോകുന്ന പരീക്ഷണമായത്. എന്റെ വാക്കിനെ എതിർക്കരുത്. ഇനി ഇങ്ങനെ ഒരു അവസരം നിനക്ക് ലഭിക്കില്ല. ഈ കുടുംബ ആചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. കുലഗുരുവിന്റെ സമക്ഷത്തില് നീ ഈ പരീക്ഷണം ജയിച്ചു കഴിഞ്ഞാ നാളെ നിനക്കത് ഉപകാരപ്പെടും. നീ ആവശ്യമില്ലാതെ പേടിക്കരുത്. ആ ജാതകത്തിൽ പിറന്ന നിഹാരികയ്ക്ക് പോലും കഴിഞ്ഞില്ല. ജാതകത്തിൽ പിറക്കാത്ത എനിക്ക് എങ്ങനെ കഴിയും ചേച്ചി? ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ തെറ്റ്? വാ വാ. യാതൊരു തടസ്സമില്ലാതെ എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞാൻ കരുതിയതാ. ഇങ്ങനെയൊക്കെ ആയത് എന്താന്ന് മനസ്സിലാവുന്നില്ല. അമ്മയുടെ പെട്ടി എടുത്തോണ്ട് വരാനായിട്ട് ആവനി തയ്യാറാണ് സ്വാമി. അതിന് പക്ഷെ ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. അംഗീകാരത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടാറില്ലേ? എന്നാ നീ പോമോളെ. മരുമകൾ എന്ന നിലയില് കിട്ടേണ്ട അംഗീകാരമുണ്ട്. ഞാൻ പോവില്ല. വസന്ത, എനിക്കൊരു അംഗീകാരവും വേണ്ട. ഞാനും തൽക്കാലം ഒരു അംഗീകാരവും എക്സ്പെക്ട് ചെയ്യുന്നതേയില്ല. വേദവതിയമ്മേ, പുറത്തു നിൽക്കുന്ന ഒരാൾ ഇതെങ്ങനെ ചെയ്യും? ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇങ്ങനെ ക്ലേശകരമായൊരു അവസ്ഥ വരുന്ന കരുതിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും ഗുരുജി? ശിവകൽപ്പനയില്ലാതെ ഒരു ഉറുമ്പ് പോലും കടിക്കില്ലെന്നതുപോലെ അമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും നടക്കില്ല. ആവനി അമ്മയുടെ മുറിയിലേക്ക് കയറാനുള്ള സാഹസം കാണിക്കാൻ വേണ്ടി തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണവും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ തീരുമാനം എന്താണെന്ന് നോക്കാം. നീ ചെല്ലുമോളെ. തനിക്കെന്തേലും നന്മ വരാൻ വേണ്ടിയിട്ടാവും എന്നതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ചെല്ലാവനെ. മറ്റൊന്നും ആലോചിക്കണ്ട. നീ പോ. ജാതകത്തിൽ പിറന്ന എന്റെ മോൾക്ക് പോലും പറ്റിയില്ല. പിന്നെയാണോ ഈ ആവനി? നിഹാരിയേക്കാളും വേഗത്തിൽ തന്നെ അവളിങ്ങോട്ട് തിരിച്ചു വരും, നോക്കിക്കോ. ആവനിയുടെ ജാതകം മറ്റൊന്നായതുകൊണ്ട് ആവനിയുടെ മുന്നിൽ ഉറപ്പായിട്ടും അഗ്നി പ്രത്യക്ഷപ്പെടും. ജാതകം ഒത്തുവരാത്ത ഈ വീട്ടിലെ മരുമകളാ ഞാൻ.
എന്നോട് ദയ കാണിച്ച് ഈ പരീക്ഷണത്തിൽ എന്നെ കാക്കണേ ദേവി. ശ്രീകരേട്ടൻ എനിക്ക് താലി കെട്ടിത്തന്നു. ആ കാര്യം ഇവിടെ മറ്റൊരാൾക്കും അറിയില്ലെങ്കിലും നിനക്കറിയാലോ. അനുഗ്രഹിക്കണോ എന്നെ ശിക്ഷിക്കണോ എന്നുള്ളത് നിന്റെ ഇഷ്ടം.